ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രവാസികളെ കുറിച്ചാണ്, അവരുടെ ലൈഫിനെ കുറിച്ചാണ്. ഞാനൊരു പ്രവാസിയാണ്, 5 കൊല്ലമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്കത് പറയണമെന്ന് തോന്നിയൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഈ പ്രവാസിയുടെ ഒരു പ്രശ്നം എന്താ അറിയോ? അവൻ എല്ലാവർക്കും വേണ്ടി ജീവിക്കും. അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കും, അവൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കും, അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും മറ്റുള്ള കൂട്ടുകുടുംബങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ജീവിക്കും. പക്ഷെ അവൻ ഒരാൾക്ക് വേണ്ടി ജീവിക്കൂല. അതാരാ നിങ്ങൾക്കറിയോ? അവന് വേണ്ടി തന്നെ. കാരണം 13-14 മണിക്കൂർ ജോലി ചെയ്ത് ചിലപ്പോൾ ലീവൊന്നും ഇല്ലാതെ, ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ ലീവില്ലാതെയും ജോലി ചെയ്യാം. അല്ലെങ്കിൽ 14, 15, 13, 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഞാനൊക്കെ 13 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളാണ്, ലീവില്ലാതെ. നമുക്ക് പെരുന്നാളിനൊക്കെ ലീവുള്ളത്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടി എന്താ പറയുക, ജോലി ചെയ്യുന്ന, കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ടറിയാൻ കണ്ടിട്ടുണ്ട്, കാണുന്നവരാണ്, ഡെയിലി കാണുന്ന ആളുകളാണ് ഞാൻ. അപ്പോൾ പ്രശ്നം, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണില്ല എന്നാണ് മെയിൻ പ്രശ്നം. വേറെ ഒന്നുമില്ല, നമുക്ക് ചിലപ്പോൾ അത് എത്തിപ്പെടാം. കാരണം ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ നാട്ടിലാണെങ്കിൽ ജസ്റ്റ് ഒരു തലവേദന വന്നാൽ അല്ലെങ്കിൽ ഒരു പനി വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്തായാലും ആദ്യമൊന്നും മരുന്ന് കുടിച്ച് നോക്കും. അതുകൊണ്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും, ആ ഡോക്ടറെ കാണിക്കും. ഡോക്ടർ അതിന് പ്രിസ്ക്രിപ്ഷൻ തരും. നമ്മളത് ചെയ്ത് നമുക്കൊരു ആഴ്ച ഒക്കെ റെസ്റ്റ് എടുത്ത് നമ്മളതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. നമ്മുടെ അസുഖമൊക്കെ ഭേദമാവും. പക്ഷേ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ, നമുക്കവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളും മെഡിക്കൽ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൻ്റെ അത്ര ഒരു നല്ല രീതിയിലല്ല എന്നും മാത്രം. കാരണം നല്ല നല്ല ഡോക്ടേഴ്സ് അതൊക്കെ ഇവിടെ കുറവാണ്. എപ്പോഴും നല്ല ഡോക്ടേഴ്സിനെ കിട്ടണമെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ പോകണം, അതിലൊരു സംശയമില്ല. കാരണം എനിക്കിവിടെ ഉണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കാലിൽ ഒരു കുഴിനകം വന്നു. അത് നമുക്കറിയാം, നോർമലി ഈ ഷൂ ഇടണം. ഞാൻ എപ്പോഴും നമ്മൾ വർക്കിന് എപ്പോഴും എന്തായാലും ഷൂ ഇടണം. അപ്പോൾ ഈ ഒരു 2-3 വർഷം മുമ്പാണ് കുഴിനകം വന്നപ്പോൾ, അതായത് ഷൂ നല്ല ടൈറ്റുള്ള ഷൂ ആണ്. അപ്പോൾ കുഴിനകം വന്നപ്പോൾ നല്ല വേദന. ഏകദേശം ഞാനൊരു 2-3 മാസത്തോളം ഈ വേദന. കാരണം ഞാൻ മുറി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇറച്ചി ഇങ്ങനെ നഖത്തോട് ഇങ്ങനെ ജാമായി നിൽക്കണം. അപ്പോൾ ഞാനിങ്ങനെ വേദനൻ്റെ മുട്ടുമെന്ന് ഇങ്ങനെ വേദന തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറും എന്ന് വിചാരിച്ച് ചെറിയ മരുന്നുകളൊക്കെ കഴിച്ച് മാറും എന്ന് വിചാരിച്ച്. കാരണം ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തിച്ചുളർത്തിട്ട് ഇങ്ങനെ. അങ്ങനെ ഞാനിങ്ങനെ നമ്മുടെ അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് അവർ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. ഏകദേശം നാട്ടിലത്തെ ഒരു 7000 രൂപയുടെ മരുന്നിന് റേറ്റ്. കാണിക്കാൻ ഏകദേശം 1500 രൂപ ഉണ്ട്. നാട്ടിലത്തെ കണക്ക് വെച്ച് പറയാം കേട്ടോ. ഇവിടുത്തെ മരുന്നിന് മാത്രം 7000 രൂപ വന്നു. ഞാൻ കാണിച്ച് 2 ദിവസം നോക്കി, 3 ദിവസം നോക്കി, ഒരു ഭേദമില്ല. നല്ലോണം വേദന. എനിക്കാച്ചാൽ 13 മണിക്കൂർ നിന്ന് ജോലി ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലിൻ്റെ വേദന വളരെ അസഹനീയമായപ്പോൾ ഞാനിങ്ങനെ പിന്നെ അടുത്ത് നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു. അപ്പോൾ ആൾ എന്നെ ഒരു ഡോക്ടറെ ഇത് കൊണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇങ്ങനെ നാട്ടിലത്തെ 7000 രൂപയോളം വരുന്നത്. അങ്ങനെ പിന്നീട് ഞാൻ അവിടെ തന്നെ ചെന്നു, ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ എനിക്ക് നല്ല വേദന ഉണ്ട്, കാരണം സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ട്, എന്താ ചെയ്യുക? അപ്പോൾ എന്താ സംഭവിച്ചാൽ, കുഴിനകം വന്ന് നമ്മുടെ ഇറച്ചി, നമ്മൾ തള്ളവിരലിൻ്റെ നഖവും സൈഡിലുള്ള ഇറച്ചും ഇങ്ങനെ ഞാനിവിടുന്ന് നാട്ടിൽ നിന്ന് നമ്മുടെ കുഴിനകത്തിന് ഒഴിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ, ആ മരുന്ന് ഇങ്ങനെ ഒഴിച്ചിട്ട് എന്താണ് ആ മുറി ഇങ്ങനെ, അത് സാധാരണ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് എനിക്കത് അറിയില്ലായിരുന്നു. ഒരു ദിവസം ഒരു വട്ടോ അല്ലെങ്കിൽ 3 ദിവസത്തെ ഒരു വട്ടോ അങ്ങനെ ചെറുതായിട്ട് ഒഴിക്കാൻ പാടുള്ള മരുന്ന്. ഞാനത് ഒരു ദിവസം തന്നെ 4-5 തവണ ഒഴിച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ചലം വരുന്നതിന് പകരം വരുന്നത് ബ്ലഡായിരുന്നു. അങ്ങനെ ആ മുറി ഇങ്ങനെ പഴുത്ത പോലെ. എനിക്കാച്ചാൽ വേദന സഹിക്കാൻ ലീവും ഇല്ല. ലീവ് എടുത്താൽ തന്നെ നമ്മളെ ബുദ്ധിമുട്ടാവില്ല വെച്ചാൽ നമ്മളവിടെ ഷോപ്പിൽ ആളൊക്കെ ഇല്ല, അന്ന് കൊറോണ ടൈമാണ്. അപ്പോൾ എന്താ ചെയ്യുക, ആകെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഡോക്ടറടുത്ത് പോയപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താണ്? അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇത് കുഴിനകം വന്നിട്ട് ഇറച്ചിയും ആ നഖവും കൂടി ഇങ്ങനെ ജാമായതാണ്, കുഴപ്പമില്ല, അത് ഒന്ന് നമുക്ക് ആ നഖം ഒന്ന് പറിച്ചിട്ട് സൈഡിലെ ആ പഴുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അവരത് സിമ്പിളായിട്ട് പറയും, പഴുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, നഖം ഒന്ന് പറിച്ചിട്ട്. നഖം പറിക്കൽ നോർമൽ ആൾക്കാരെ, പക്ഷേ ആ പഴുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് തരുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ഞൊന്ന് കാളി. ഓക്കെ, ഞാൻ കുഴപ്പമില്ല, ഏതായാലും നമ്മളെ ആവശ്യമാണല്ലോ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എത്ര ക്യാഷ് ആവുമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അവിടുത്തെ
75 റിയാൽ, അതായത് ഒമാൻ്റെ 75 റിയാൽ പറയുമ്പോൾ ഏകദേശം ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു എന്തായാലും ഒരു 20 19,000 18,000 ആ റേഞ്ച് വരും. ആ ഒരു റേഞ്ചിൽ വരുന്ന പൈസ. ഞാൻ ആകെ ഞെട്ടി. ഒരു കുഴിനകത്തിന് നഖം പറിക്കാൻ ഇതിനു വേണ്ടി അത്ര പൈസയോ, എന്താ ചെയ്യുക? അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇൻഷുർ കാർഡ് ഉണ്ടെങ്കിൽ ഓക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാറ്. പിന്നെ അതിന് ബാക്കിയുള്ളതും വേറെ. അപ്പോൾ ഏകദേശം 100 റിയാലിൻ്റെ അടുത്ത്, അതായത് ഇവിടുത്തെ ഏകദേശം അന്നത്തെ ടൈമിൽ 22,000-23,000 രൂപ വരും. ആ ഒരു ടൈമിൽ 3 വർഷത്തിന് മുമ്പായിട്ട് പറഞ്ഞ 2 വർഷമായി. അപ്പോൾ തന്നെ നെഞ്ഞ് കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു മാസം ശമ്പളം അവിടെ കൊടുക്കണം, അത് മാറുമെന്ന് ഉറപ്പില്ല. ആകെ ഇന്ന് കുറേ ആൾക്കാരോട് നോക്കി അവസാനം അവിടെ നമ്മൾ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, നമ്മുടെ ആൾ വലിയ പൈസയും കാര്യങ്ങളൊന്നും ചെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച്, ഇങ്ങനെ ഒരു നല്ലൊരു ഡോക്ടറാട്ടോ, മാത്യു ഡോക്ടർ. ആ ഡോക്ടർ നമ്മളെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 2-3-4 കിലോമീറ്റർ ദൂരെയാണ് ഒരു ചെറിയ ക്ലിനിക്ക്. ഒരു പ്രായമുള്ളൊരു ഡോക്ടറാണ്, നല്ല ഡോക്ടർ. എനിക്ക് തോന്നുന്നു കോട്ടയം പത്തനംതിട്ട ഭാഗത്തുള്ളതാണെന്ന് തോന്നുന്നു. ഡോക്ടറെ എനിക്ക് ഭയങ്കര വേദന, ഒരുപാടായി, 2-3 മാസമായി വേദന. സേവോട് അത് ഇത്ര ആയിട്ടും കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിങ്ങനെ മരുന്ന് ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഇതായി. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഷൂ യൂസ് ചെയ്യണം. പറഞ്ഞു ഷൂ യൂസ് ചെയ്യണം, ടൈറ്റ് ഷൂ ഇനി ഒരിക്കലും യൂസ് ചെയ്യരുത്, ലൂസായിട്ടുള്ള, അതായത് നമ്മളെ നഖം ഒരിക്കലും ചാവും, അത് ഫംഗസ് കയറിയിട്ട് ബുദ്ധിമുട്ടാകും. ഇനിയും ചിലപ്പോൾ ഇത് മാറിയാലും ഇത് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാറ്. കുഴപ്പമില്ല എന്നിട്ട് അങ്ങനെ ആദ്യം ബി പി നല്ലോണം കൂടിയിരുന്നു. കാരണം പേടിച്ചിട്ട് കാരണം എന്താ ചെയ്യുക? ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് എന്തായാലും നഖം എടുക്കേണ്ടി വരും. പിന്നെ ആ ഒരു സൈഡുണ്ടല്ലോ, അത് അവിടെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. അപ്പോൾ തന്നെ ഞാൻ എത്രയാവും ഡോക്ടറോട് ചോദിച്ചു. അത് കുഴപ്പമില്ല, നമ്മൾ ചെയ്യാറ്. അങ്ങനെ ചെയ്ത് വന്ന് ഒക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒക്കെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസ് കയറ്റിയിട്ടാണ് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എത്ര പൈസ വെച്ചു? ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ അവിടെ 100 റിയാല പറഞ്ഞു കേട്ടോ, 100 ഇവിടെ ഇങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ കുറവാണെന്ന് പറഞ്ഞാലോ, മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുള്ളതാണ് ചെന്നത് 40 രൂപ, അതായത് 40 രൂപ ഏകദേശം അന്നത്തെ കാലത്തൊരു ഏകദേശം ഒരു 8,000-8,500 രൂപ ആ റേഞ്ച് തന്നെയാണ് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ അത്രയാണ് വെച്ചു. അപ്പോൾ എല്ലാവരും പിന്നെയും കാണിച്ചു ഇങ്ങനെ. അപ്പം ഞാൻ എത്രയാണ്? അപ്പോൾ എത്രയാണ്? 4 റിയാൽ, വെറും 4 റിയാൽ, അതായത് 1000 രൂപ കൂടി ആയിട്ടില്ല. അപ്പം ഞാൻ ഞെട്ടി. ആ വലിയൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞ ഒരു എമൗണ്ട് അത്ര, ഇവിടെ എത്ര? അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തെ അതേ ചികിത്സ കിട്ടിയൊരു ഇത് ഭയങ്കര അനുഭവമായിട്ട്. കാരണം എല്ലാ സ്ഥലത്തും ചിലപ്പോൾ നമുക്കങ്ങനെ കിട്ടിക്കോളുന്നത്. കാരണം എൻ്റെ നഖം റെഡിയാക്കി അത് ഒഴിവാക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഡ്രസ്സ് ചെയ്ത്, അതും ആഴ്ചയിൽ ഞാൻ 2-3 തവണ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു 40 ദിവസത്തോളം ഞാൻ അങ്ങനെ ചെയ്തു. കാരണം നമ്മൾ ഇന്ന് ജോലി ചെയ്യണം, പിന്നെ വെള്ളം തട്ടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് 2-3 ദിവസമൊക്കെ ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു ഡോക്ടറാണ്. നമ്മളെ മക്കളെ പോലെ പരിചരിച്ചിട്ട് ആണ് അത് ചെയ്തത്. വളരെ വലിയ എന്നും ആ ഡോക്ടറെ കാണും. അതുപോലെ ആ ഡോക്ടറെ മോനും അവിടെ നമ്മളെ ശുശ്രൂഷിച്ച അവരുടെ നേഴ്സൊക്കെ നല്ല രീതിയിൽ നല്ല ഇതാട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷം. എന്തായാലും അങ്ങനെയുള്ള ഡോക്ടേഴ്സൊക്കെ ഇനിയും ഒരുപാടുണ്ടാകും. കാരണം നല്ലൊരു സഹകരണം കേട്ടോ ഉണ്ടായിരുന്നു, ചെറിയൊരു പൈസയിൽ. പിന്നെ ഞാൻ പനിയൊക്കെ വരുമ്പോൾ അവിടെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഒരുവിധ ആൾക്കാർ പേടിച്ച് നിൽക്കുക എന്താ വെച്ചാൽ ഈ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ആവുമല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഡോക്ടർമാരെ കാണിക്കൂല. നമ്മളിങ്ങനെ ഒരു തലവേദന നമ്മളെന്താ ഇവിടുന്ന് പെനഡോൾ കഴിക്കും, അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കും, മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യണം, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതെ ജോലി ചെയ്യണം. ഞാൻ ഇതേപോലെ തന്നെ മരുന്നും ഗുളികയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഡോക്ടർമാരത്ത് പോവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതേ അവസ്ഥ നമ്മുടെ വീട്ടിൽ മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് നമ്മൾ കാണിക്കൂല, അല്ലാതെ നമ്മൾ പിശുക്കി ജീവിക്കില്ല. കാരണം നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു വലിയൊരു ബൾക്കി എമൗണ്ട് ഇവിടെ പോകും. ആ ഒരു എമൗണ്ട് നമ്മുടെ ഒരു വീട്ടിലത്തെ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചിലവഴിക്കാന്നുള്ളൊരു മൈൻഡ് വരുന്നതുകൊണ്ടാണ് നമ്മളതിന് നിൽക്കാത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നമ്മൾ എന്താ പറയുക മനസ്സിലാക്കുന്നുണ്ടാണ്. പക്ഷേ നമ്മളെ വീട്ടിലത്തെ ആർക്കെങ്കിലും നമുക്ക് ചെറിയൊരു പനി വന്നാൽ നമുക്ക് അത് എന്താ പറയുക ഭയങ്കര വലിയൊരു സംഭവമായിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ അവരോട് ഡോക്ടർ ഇത് ഒക്കെ പറയും. പക്ഷെ എന്നാലും നമ്മൾ പോകില്ല. അപ്പോൾ നമ്മൾ പിന്നെ പക്ഷെ നമ്മളിങ്ങനെ ജോലിക്ക് നിന്ന് നമ്മൾ കയ്യിൽ അത്യാവശ്യം ചിലപ്പോൾ കാശൊക്കെ ഉണ്ടാവും.
ചിലപ്പോൾ നമ്മൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫൊക്കെ പോയിട്ടുണ്ടാവും, നമ്മുടെ ശരീരം ആരോഗ്യം എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഒരുപാട് പ്രവാസികൾ അവനവൻ്റെ ശരീരവും മനസ്സും ഒന്നും ശ്രദ്ധിക്കാതെ വെറും ജോലി അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരത് കാര്യം മാത്രം നോക്കി നടക്കുമ്പോൾ സ്വന്തം കാര്യം കൂടി ചെറുതായിട്ട്, അതായത് അവനവനൊരു സേവിങ്ങോ അല്ല അവനവൻ്റെ ശരീരമൊക്കെ സൂക്ഷിക്കുമ്പോഴാണ് അതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ഞാൻ ഒരുപാട് ആൾക്കാർ ഞാൻ ഈ അടുത്തൊരു എന്താ പറയുക ഒരു ഏകദേശം തോന്നുന്നു പുള്ളിക്കാരൻ ഒരു 50-55 വയസ്സുണ്ടാവും കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്ന് പുള്ളി ചോദിച്ചു എന്തെങ്കിലും ജോലി ഉണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഒരു 40 വയസ്സൊന്നും കഴിഞ്ഞാൽ ആരും അധികം ജോലിക്ക് എടുക്കില്ല. കാരണം ഈ ഒരു ഏജ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം അവർക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ നമ്മളൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടൊന്നും അധികം ആൾക്കാരും അങ്ങനെ എടുക്കില്ല. എന്താ വെച്ചാൽ ഒരുപാട് കാലം പുള്ളി എന്താ വെച്ചാൽ ഒരുപാട് കാലം ഗൾഫിൽ പ്രവാസിയെന്ന് പുള്ളി. അങ്ങനെ പുള്ളിക്ക് എന്താണ് വീട്ടിലും കുടുംബത്തിനൊക്കെ വേണ്ടി ഒരുപാട് ക്യാഷൊക്കെ ചിലവഴിച്ച് പുള്ളി കുടുംബമൊക്കെ നോക്കി. പക്ഷെ എന്താ വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പുള്ളിക്ക് വയ്യാതായപ്പോൾ പുള്ളിക്കാരനെ അവിടുന്ന് വീട്ടുകാരൊക്കെ ഒഴിവാക്കി അവരെ വീട് ഇതാക്കിയിട്ട് പുള്ളിയപ്പോൾ ഒരു ഭാഗമില്ലാതെ പിന്നെ വീണ്ടും ഇങ്ങോട്ട് കയറി അങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു പാവം ഒരു എന്താ പറയുക ഒരു പാവം ഒരു സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പോലും ഗതിയില്ലാതെ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുള്ള ടൈമിൽ നമ്മളെല്ലാവർക്കും എല്ലാം കൊടുക്കും. പ്രത്യേകിച്ച് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒരാളല്ലെങ്കിൽ ഒരാളെ ചിലപ്പം പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് എന്താ വെച്ചാൽ അവരെ മറ്റുള്ളവർ സഹായിക്കും എന്നുള്ള ഒരു മൈൻഡുള്ളതുകൊണ്ട് അവർ സഹായിക്കാൻ മുതിരും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഇല്ല എന്ന്. കാരണം എന്താണ് അവർ തിരിച്ച് കിട്ടൂല എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അനുഭവങ്ങളാണ്. എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. അപ്പോൾ അനുഭവം കാരണം അങ്ങനെ അനുഭവം, കാരണം ഞാനൊക്കെ ഒരു അർജൻറ്റായിട്ട് അടങ്ങറായൊരു ടൈമിൽ ചോദിച്ചപ്പോൾ ഒന്നും കിട്ടാത്ത നേരെ മറിച്ച് ഇവിടുന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു നമുക്ക്. കാരണം ചില ആളുകൾ എന്നോട് പറഞ്ഞു തിരിച്ച് തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അതൊരു സ്നേഹമാണ്. കാരണം പ്രവാസികളെ ബുദ്ധിമുട്ട്, കാരണം നാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ആർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ മനസ്സിലായിക്കോളുന്നില്ല, അല്ലെങ്കിൽ ഒരു അവസ്ഥ മനസ്സിലായിക്കോളുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് ജോലി ചെയ്ത ഒരാൾക്കെങ്കിലും ആ ഒരു എന്താ പറയുക നമ്മുടെ പ്രയാസം നമ്മുടെ വിഷമമൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു പ്രവാസിയായിട്ട് ഞാൻ പ്രവാസിയെ മാത്രം പൊന്തിച്ച് പിടിക്കല്ല കേട്ടോ. അതൊരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ നാട്ടിലായാലും ആരായാലും അവനവന് വേണ്ടിയിട്ടും കൂടി ഒന്ന് ജീവിച്ചിക്കുക. കാരണം നമുക്കൊക്കെ പ്രായമാവും, എന്നും നമ്മൾ ചുറുചുറുക്കോടെ ഉണ്ടാവില്ല. നമ്മുടെ ചോരത്തിളപ്പിൻ്റെ ഇതിൽ നമ്മൾ പലതും നമ്മളതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം ചുളിവ് വരും, നമ്മൾ ചുളിയും, നമ്മൾ ആരോഗ്യം ക്ഷയിക്കും, നമ്മളെല്ലാം നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഞാൻ ഇത്ര കാലം എന്ത് ചെയ്തു എന്നൊരു ചിന്തിക്കലുണ്ടാവും. അപ്പോൾ അതും വരാതിരിക്കാൻ നമ്മളെ അവസ്ഥകളാണ്, ബുദ്ധിമുട്ടാണ്, എല്ലാമാണ്. എനിക്കും അതേപോലെ തന്നെയാണ്. പക്ഷേ ഞാനൊന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എന്താ പറയുക ഒരു 2-3 ആൾക്കാരെ ഇങ്ങനെ അവസ്ഥകൾ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ചൊന്ന് ജീവിക്കണമെന്ന് പറഞ്ഞു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവരുടെ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ.